നമുക്ക് ഒരാളോട് സ്നേഹം, ഇഷ്ടം, പ്രണയം ഒക്കെ ആരോട് വേണേലും തോന്നാം, നിമിഷ നേരം കൊണ്ടും തോന്നാം. അതിന് വലിയ കാരണങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ കാരണം ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് അറിയാവും? അയാൾ നമ്മുടെ കൂടെ ജീവിതകാലം മൊത്തം വേണമെന്ന്. ആ ഫൂളിഷ്നെസ് അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നും ചിലപ്പോൾ കാണുന്നില്ല. പക്ഷെ അയാൾ ഫോക്കസ് ചെയ്യുന്ന ആ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും ബെറ്റർ അയാളാണെന്നുള്ള ഒരു ചിന്ത, അത് തന്നെയാണ് നമ്മുടെ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ട് നമ്മൾ അയാൾ ഉണ്ടാക്കി വെക്കുന്ന ലൈബറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലത്ത് ഉള്ള എല്ലാ ഈ ലോകം മൊത്തം കാണുന്നതിലും അപ്പുറമുള്ള സൗന്ദര്യവും അല്ലെങ്കിൽ അത്രയും ഒരു സ്കിൽസും എല്ലാം നമ്മൾ നിറച്ചാണ് നമ്മൾ അയാളെ സ്നേഹിക്കുന്നത്. അയാൾ ചിലപ്പോൾ ഒരു സ്കിൽസും കാണുന്ന അയാളായിരിക്കത്തില്ല. ഇതും വേറൊരാളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കിൽസും ഒരു സൗന്ദര്യം ഒന്നും കാണുന്ന ആളായിരിക്കാം. പക്ഷേ നമ്മൾക്ക് ആ ബ്യൂട്ടിയാണ് ഈ ലോകത്തേക്കും വെച്ച് ഏറ്റവും വലിയ ബ്യൂട്ടി. അതാണ് ചിലപ്പം ഒരു കാരണമില്ലാതെ ചിലപ്പം നമ്മൾ ഒരാളെ സ്നേഹിക്കപ്പെടുന്നത്. പക്ഷേ സ്നേഹിക്കപ്പെടുന്നതിനകത്ത് ചിലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരിൽ ഒരാൾ സെലക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ജീവിതകാലം മൊത്തം നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ചിലപ്പം ദൈവം കാണിച്ചു തന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ ആ കാണിച്ചു തരുന്നതിനകത്ത് ചിലപ്പോൾ ഒരു ദിവ്യത കാണും. അതായിരിക്കും ചിലപ്പോൾ ആ കാരണമായിട്ട് മാറുന്നത്.